എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ അതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നമുക്ക് നേരെ ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അനന്യയാണ്. അനന്യയാണെങ്കിൽ കുഞ്ഞിന്റെ വിവരങ്ങളൊക്കെ അറിയാതെ ആ സ്കൂളിൽ മുഴുവനും അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെ കണ്ടതും അയാളുടെ അടുത്ത് പോയി എൻ്റെ മോളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ, കുഞ്ഞ് ഒരാളുടെ കൂടെ കാറിൽ കയറി പോകുന്നത് കണ്ടു. അതാരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അനിരുദ്ധ് സാറാണെന്നാണ് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു. അനിരുദ്ധിനോടൊപ്പം കുഞ്ഞു പോയിട്ടില്ല, കുഞ്ഞ് മറ്റാരുടെയോ കൂടെ പോയിരിക്കുകയാണ് എന്നൊക്കെ നമ്മുടെ അനന്യ അവിടെ നിന്നിങ്ങനെ പറയുമ്പോൾ, മേഡം നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് തിരക്കി നോക്ക്, ഇനി കണ്ടിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നൊക്കെ അയാൾ പറയുകയാണ്. അങ്ങനെ അനന്യ കൊച്ചിനെയും തിരക്കി അവിടെ മുഴുവനും കറങ്ങി നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് സ്വരമോളെയാണ്. സ്വരമോള് അവളുടെ അച്ഛനോടൊപ്പം ഇരുന്നിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം പ്രതീക്ഷ ആണെങ്കിൽ കുഞ്ഞിനെ എങ്ങനെയും തൻ്റെ അടുത്തേക്ക് നിർത്തണമല്ലോ, അതിനു വേണ്ടി കൊച്ചിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അപ്പം മോളോട് പറഞ്ഞു, മോളെ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു. അപ്പം കൊച്ചു വിചാരിച്ച് വെച്ചിരിക്കുന്നത് ശ്രീനിലയത്തിലേക്കാണ് പ്രതീക്ഷ ചിറ്റപ്പം കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ ശ്രീനിലയ അല്ല, നമ്മുടെ രഞ്ജിത പ്രതീഷിന് കൊടുത്ത ആ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അതിലേക്കാണ് സ്വരമോളയും കൂട്ടി പോകാനായിട്ട് പ്രതീക്ഷ പ്ലാൻ ഇടുന്നത്. അങ്ങനെ കുഞ്ഞ് ഇതൊന്നും അറിയാതെ പ്രതീഷിനോടൊപ്പം കാറി കയറി പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ അങ്ങനെതാ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് അനന്യാണെങ്കിലോ വിവരങ്ങളൊക്കെ നമ്മുടെ അനിരുദ്ധിനെ വിളിച്ചറിയിച്ചു. അപ്പം അനിരുദ്ധിനും ടെൻഷനായി. കുഞ്ഞ് എവിടെ പോകാൻ അനന്യെ, നീ നല്ലതുപോലെ അവിടെയൊക്കെ ഒന്ന് നോക്കെന്നും പറഞ്ഞ് അനന്യെ ആശ്വസിപ്പിക്കുകയാണ് അനിരുദ്ധ്. അപ്പം അനന്യ പറഞ്ഞു, ഇല്ല അനി, കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, എന്തായാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണം, ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അനിരുദ്ധ് പോലീസിൽ ചെന്ന് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാണ്. അപ്പം പോലീസുകാർ പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ വൈഫ് ഇപ്പോൾ വീട്ടിലല്ലേ ഉള്ളത്, ഞങ്ങൾ വീട്ടിലേക്ക് വരാം, വിശദമായിട്ട് ചോദ്യം ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ അനന്യ ആണെങ്കിൽ മൊത്തത്തിൽ തകർന്ന ഒരു അവസ്ഥയിലാണ്. കുഞ്ഞെവിടെ പോയി എന്നറിയാതെ അനന്യ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. അപ്പം ഈ കാര്യങ്ങളും സങ്കടമൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലോ, മോളെ എടി നീ വിഷമിക്കുമൊന്നും വേണ്ട, സ്വരമോൾ എവിടെ പോവാനാ, അവള് ആരെങ്കിലും നീ ഇപ്പം പറഞ്ഞില്ലേ അതുപോലെ ആരെങ്കിലും പരിചയക്കാര് കുഞ്ഞിനെ കണ്ടപ്പം വിളിച്ചുകൊണ്ട് പോയതായിരിക്കും, ഇനി ഒരു പക്ഷെ പ്രതീക്ഷെങ്ങാനും ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ അച്ഛമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ സുമിത്രയും ആ രീതിയിൽ ചിന്തിക്കുക. പ്രതീക്ഷ നമ്മുടെ സുമിത്രയുടെ അടുത്ത് സംസാരിച്ചല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ താൻ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുമെന്നുള്ള കാര്യം. അപ്പൊ സുമിത്ര ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അനന്യയുടെ മനസ്സിലേക്കും പ്രതീഷ് എന്ന് പറയുന്ന ആളുടെ മുഖം അങ്ങ് തെളിഞ്ഞു വരിക. അനന്യ ആണെങ്കിൽ അവൻ തന്നെ ആകുള്ളൂ, അവനല്ലെങ്കിൽ കുഞ്ഞങ്ങനെ പരിചയമില്ലാത്ത ഒരാളുടെ വണ്ടിയിലും കയറി പോവില്ല, എനിക്ക് നല്ല സംശയമുണ്ട് അവൻ എന്നെ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അനന്യ ഇങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അനിരുദ്ധ അവിടെ വരിക. അനിരുദ്ധ വന്നിട്ട് പറഞ്ഞു, അനന്യ നീ ബഹളം വെക്കല്ലേ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, പ്രതീഷാണ് കുഞ്ഞിനെ കൊണ്ടുപോയതെങ്കിൽ അവന്റെ അടുത്ത് നിന്നും കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ, പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്, അനി നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധനാണെങ്കിൽ പിന്നെ ഒന്നും പറയാനേ ഇല്ല. അങ്ങനെ ഇവർ നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് പോലീസുകാർ വരികയാണ്. പോലീസ് വന്നതും സുമിത്രയെയും അതുപോലെ തന്നെ അനന്യയും ഒക്കെ അവിടെ നിർത്തിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാണ്. അനന്യ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ ചെന്നതാ, ആ സമയത്ത് കുഞ്ഞിനെ അവിടെയൊന്നും കണ്ടില്ല, പിന്നീട് ഞാൻ സെക്യൂരിറ്റിയോടും അതുപോലെ ടീച്ചേഴ്സിനോടും ഒക്കെ തിരക്കിയപ്പോഴത്തേക്കിനും കുഞ്ഞ് ആരുടെയോ കൂടെ കാറിൽ കയറി പോയി എന്നുള്ള വാർത്തയാണ് അറിഞ്ഞത്, എനിക്കറിയില്ല സാറേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടണമെന്നൊക്കെ പറഞ്ഞ് ഇവള് ഭയങ്കര ബഹളം വെക്കുക. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞ് ഏതോ ഒരു പരിചയക്കാരൻ്റെ കൂടെ പോയതാവാനാണ് സാധ്യത, എന്തായാലും നമുക്ക് കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ അനന്യയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ പ്രതീഷ് കുഞ്ഞിനെയും കൊണ്ട് ഗസ്റ്റ് ഹൗസിലെത്തി. അപ്പം അവിടെ എത്തിയ പാടെ തന്നെ, അല്ല കൊച്ചിച്ച ഇതേതാ ഈ സ്ഥലം, നമ്മുടെ വീടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വരമോളാണെങ്കിൽ പ്രതീഷിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രതീഷ് പറഞ്ഞു, മോളെ സ്വരമോളും അതുപോലെ തന്നെ ചെറിയച്ഛനും ഇനി ഈ വീട്ടിലായിരിക്കും താമസിക്കുന്നത്, അപ്പോൾ മമ്മിയും ഡാഡിയും ഒക്കെ ഉണ്ടാവുമോ, നമ്മുടെ അച്ഛമ്മയും ഒക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുക കൊച്ചിനറിയില്ലല്ലോ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് കൊച്ചും അച്ഛനും കൂടെ മാത്രമായിട്ട് നിൽക്കാനാണ് പ്രതീഷ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ പ്രതീഷ് പറഞ്ഞു,
മോളെ സ്വരമോളെ, എനിക്ക് മോളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം മോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്ക്. ദേ ഞാൻ ഭക്ഷണം തരാമെന്നും പറഞ്ഞ് പ്രതീക്ഷ വലിയ കാര്യത്തിന് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം കുഞ്ഞാണെങ്കിലോ ഒരു സാധനം പോലും കഴിക്കുന്നില്ല. കൊച്ച് ആ ഒരു പ്ലേറ്റ് തട്ടിക്കളഞ്ഞിട്ട് എനിക്ക് എൻ്റെ മമ്മിയെ കാണണമെന്നും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും മോളെ നീ കരയരുത്. ദേ നിനക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പ്രതീക്ഷ പറയുക. അപ്പം കൊച്ചാണെങ്കിൽ ശരിക്കും അങ്ങ് ഞെട്ടി. ഇനി എന്ത് ചെയ്യും, ഞാനിവിടെ പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വരമോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷ പറഞ്ഞു, മോളോട് എനിക്കൊരു സത്യം പറയാനുണ്ട്. മോള് ദേ മോളുടെ അച്ഛൻ അത് ഞാനാണ്. അപ്പം എൻ്റെ അച്ഛൻ ഇതല്ല, എൻ്റെ അച്ഛൻ അനിരുദ്ധാണ് എന്നും പറഞ്ഞ് കുഞ്ഞ് നമ്മുടെ അനിരുദ്ധിൻ്റെ പേര് പറയുമ്പോഴത്തേക്കിനും അല്ല മോളെ സ്വരമോളെ, നിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണ്. നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി മോള് ഈ അച്ഛനോടൊപ്പം താമസിക്കണമെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞു കൊച്ചല്ലേ, അതിനോട് കുറച്ച് മയത്തിനൊക്കെ പറയേണ്ടതിന് പകരം നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ എല്ലാം ഇങ്ങനെ വെട്ടി തുറന്ന് പറയുന്ന സമയം കൊച്ചങ്ങ് തകർന്നു. കുഞ്ഞാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ പാത്തിരിക്കുന്ന അവസ്ഥയിലിരിക്കുക. കുഞ്ഞിന് ഭയങ്കര വിഷമമായി. അവൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തെ വേദനയായി പോയി. കുഞ്ഞ് അനന്യയെ കാണാതെയും അനിരുദ്ധിനെ കാണാതെയും അച്ഛമ്മയെ കാണാതെയും ഒക്കെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. പ്രതീക്ഷ ധർമ്മസങ്കടത്തിലായി. ഇനി എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, പ്രതീക്ഷ തന്നെ ആയിരിക്കും കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുക. പക്ഷെ അവൻ എവിടെ പോയി, എങ്ങോട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോയതെന്ന് നമ്മുടെ സുമിത്രയ്ക്കും വലിയ നിശ്ചയമില്ല. അങ്ങനെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ കഥ വരുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.